പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം നെഗറ്റീവ് എനർജിയെക്കുറിച്ചും പോസിറ്റീവ് എനർജിയെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്ന ചിന്ത പോസിറ്റീവ് എനർജിയെ കുറിച്ചാണ്. പോസിറ്റീവ് എനർജി എന്ന പിതാവിൽ നിന്നും പുത്രനിലും വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ആണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഗലാത്യ 5:22 പ്രകാരമാണ് ആ വചനഭാഗം വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് സ്നേഹം, ശാന്തി, സമാധാനം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആനന്ദം, ആത്മ സംയമനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ക്വാളിറ്റി. അതുപോലെ തന്നെയാണ് ഏഷ്യ 11:2 പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇപ്രകാരം പറയുന്നത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും അറിവിൻ്റെയും വിവേചനത്തിൻ്റെയും കൃപ യേശുവിൽ നിറഞ്ഞ് ആ കൃപ നമ്മിലേക്കും ചൊരിയപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വരങ്ങളെക്കുറിച്ച് പറയുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഭാഷാവരം, ദർശനവരം, വ്യാഖ്യാനവരം, പ്രവചനപരം, രോഗശാന്തിപരം. ഇത് വരങ്ങൾ. അപ്പോൾ മനുഷ്യന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ആവശ്യമായതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും. പക്ഷെ ഇത് ദൈവത്തോടു കൂടി ആയിരുന്നാൽ മാത്രമേ അത് ലഭിക്കപ്പെടുകയുള്ളൂ. അതിന് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ചിന്തയും ഭാവനയും ദൈവത്തിൽ അർപ്പിതമാണെങ്കിൽ മാത്രമേ ഇത് ലഭിക്കപ്പെടത്തുള്ളൂ. മറ്റൊരു വചനഭാഗം ഞാൻ ചിന്തിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയാണ് ഈ പറയുന്നത്. മോശയെക്കുറിച്ച് പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനം. പിതാവായ ദൈവം പറയുന്നത് ഇങ്ങനെ: ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ച് ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുവാനും എന്നെ ലോകം മുഴുവനും മഹത്വപ്പെടുത്തുവാനും വേണ്ടിയാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചതെന്ന് മോശയോട് ദൈവം പറയുന്നത്. അപ്രകാരം തന്നെ ആ ഒരു കൃപ അതാ മോശ അത് പാലിക്കുന്നുണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും അപ്രകാരം ചെയ്യേണ്ടവർ. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടേണ്ടവരാണ് പുറമായിട്ട് നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ മഹത്വം. ഹല്ലേലൂയ. 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 അത് ഈജിപ്ത് രാജാവായ ഫറവോയെ കുറിച്ചാണ് അടുത്ത സന്ദേശം അതിൽ വചനം പറയുന്നുണ്ട്. റോമക്കാർക്ക് ലേഖനം 9-ാം അധ്യായം 17-ാമത്തെ വചനം. ഇപ്രകാരം വചനഭാഗം പറയുന്നു: നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ച് ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനായിട്ടും എൻ്റെ ശക്തി നിന്നിൽ പ്രകടമാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ വ്യക്തി ഇസ്രായേലിനെയും ദൈവത്തെയും തിരസ്കരിക്കപ്പെടുന്ന പല നിമിഷങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാവുന്ന കാര്യം. അതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫലങ്ങൾ നീതിമാത്ര പുസ്തകം 6-ാം അധ്യായം 4-9 അതിന് പ്രകാരം പറയുന്നുണ്ട്: കർത്താവ് അരുളി ചെയ്തു, നിങ്ങൾ എന്നിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ മക്കളെ പഠിപ്പിക്കണം. യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും ഹൃദയത്തിൻ്റെ ഭിത്തിയിലും അല്ലെങ്കിൽ കട്ടിളപ്പടിയിലും അത് എഴുതപ്പെടണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണ്. അപ്രകാരം ഉള്ള ജീവിതത്തിൽ മാത്രമേ അനുഗ്രഹമുള്ളൂ, അഭിഷേകമുള്ളൂ, ദൈവത്തിൻ്റെ പരിപാലനം നൽകുന്നുള്ളൂ. മറ്റൊരു കാര്യം, നെഗറ്റീവായുള്ള എനർജിയുടെ ഒരു കാര്യം ഞാൻ പറയാം. 1 കൊരിന്ത്യർ 5:9-11 പ്രകാരം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 19-20 വിജാതിയര് ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്. പിശാചുക്കളോട് പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുകൾ നമുക്ക് കുടിക്കാൻ സാധിക്കും. നാമത്തേക്കാൾ ശക്തരാണ്. കർത്താവിന് അസൂയ നടത്തണം. അപ്പോൾ ദൈവത്തിന് അസൂയ നടത്തിയ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പരാജയം സംഭവിക്കും. മക്കൾക്ക് മാനസിക രോഗാസ്വസ്ഥ ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം, കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സം ഉണ്ടാകാം, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, പല അനർത്ഥങ്ങളും പലതും സംഭവിക്കും. ഞാൻ ഈ ഒരു കാര്യം തന്നെ നമ്മൾ യഹൂദന്മാരുടെ കാര്യത്തിൽ ഒരു വചനഭാഗം എടുത്ത് വായിക്കുമ്പോൾ യഹൂദന്മാര് യുദ്ധത്തിന് പോയ എല്ലാ സമയങ്ങളും വിജയിച്ചുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് യുദ്ധത്തിന് പോയപ്പോൾ തോറ്റ് അനേകര് മരിക്കുകയും ചെയ്ത്. അപ്പൊ അതിന് മരിക്കാൻ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഈ വചനഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. 2 മക്കബർ 12-ാം അധ്യായം 40-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്: അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യമനിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നവും ആലേഖനം ചെയ്ത തകിടും കണ്ടു. യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ ക്രിസ്ത്യാനിക്കും ഇത് ധരിക്കാൻ പറ്റില്ല. ഇന്ന് പല ആളുകൾ ചാത്തൻ സേവയുള്ള സ്ഥലത്തേക്ക് ഞായറാഴ്ച പോയി ക്യൂ നിന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രവാദികളത്ത് കൂടോത്രക്കാരത്ത് അങ്ങനെ പോയി ചെയ്യുന്ന ഒത്തിരി മനുഷ്യർ ഇന്ന്
ഭൂമിയിലാണ്. അത് ക്രിസ്ത്യാനികൾ ഇപ്രകാരം ചെയ്താൽ നമ്മുടെ മക്കൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും, മക്കൾ രോഗങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മാനസിക അസ്വസ്ഥയും വിവാഹ തടസ്സം, കുഞ്ഞുങ്ങളില്ലാത്ത മേഖല, അതുപോലെ പാണ്ഡു രോഗങ്ങൾ പലതും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് യഹൂദനും ധരിക്കാനും പാടില്ല, ക്രിസ്ത്യാനിക്കും ധരിക്കാൻ പാടില്ല. അത് ക്രിസ്ത്യാനിന് ദൈവം അനുവദിച്ച പിതാവായ ദൈവം ഈ ബന്ധനാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള ജീവിതത്തിലേക്ക്, അപ്രകാരമുള്ള പ്രവൃത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാം പ്രമാണത്തിൽ പ്രവൃത്തിയുടെ അനർത്ഥങ്ങളും അസ്വസ്ഥകളും നമ്മുടെ ജീവിതത്തിലേക്കും മക്കളിലേക്കും കടന്നു വരും. 4 തലമുറ വരെ അതിന്റെ അസ്വസ്ഥ കടന്നു വരാനുള്ള സാധ്യത ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാനൊന്ന് ചിന്തിപ്പിക്കുക അല്ലെങ്കിൽ പറയാനായിട്ട് പോയാൽ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഈ ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി പിതാവാദൈവത്തിന്റെ ഒരു മാലാഖയായിട്ട് നിന്നത്. പക്ഷെ ഈ വ്യക്തി അഹങ്കാരത്തിന്റെ കൂടായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ പോലെ ആണോ എന്നാൽ വിചാരിച്ച ആ വ്യക്തി ഈ താഴേക്ക് പോകുന്നു. ഈ ലൂസിഫറിന്റെ ഒരു സ്വഭാവം അഹങ്കാരം. എവിടെ ആരൊക്കെ മനുഷ്യർ ഇതുണ്ട്, ഈ അഹങ്കാരത്തിന്റെ മേഖല വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഞാനാണ് വലിയ ആണെന്നുള്ള ബോധ്യം ഈ ലൂസിഫറിന്റെ അരുവി ആ വ്യക്തി പ്രവർത്തിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാനും, സാത്താൻ എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു 40 ദിവസം ഉപവാസം ചെയ്യാനായിട്ട് പോയി. പക്ഷെ യേശുവിന് വിശന്ന സമയത്ത് പ്രലോഭകനായ ഈ സാത്താൻ വന്ന് പറയുന്നുണ്ട്, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഈ കല്ലുകൾ അപ്പമാകാൻ പറയാ, താഴേക്ക് ചാടുക. അങ്ങനെ പ്രലോഭനത്തിന്റെ ഒരു, അതായത് ഈ ഉപവാസം എങ്ങനെയെങ്കിലും നിർത്തണം, അങ്ങനെ പ്രലോഭനം ചെയ്യിപ്പിക്കുന്ന ഇതാണ് സാത്താന്റെ ഒരു സ്വഭാവം. മൂന്നാമത്തെ ഒരു കാര്യം മാമോൻ എന്ന് പറയുമ്പോൾ മത്തായിയുടെ 6-ാം അധ്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് ശരിക്കും ദൈവത്തെയും മാമോനെയും ഒരുപോലെ. അപ്പൊ മാമോൻ എന്നൊരു 1-ാം പ്രമാണത്തിന് എതിരായിട്ടൊരു കാര്യം, 1-ാം പ്രമാണത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റാണ് മാമോൻ. അതുപോലെ ബെൽസബേൽ എന്ന് പറയുന്ന പുറമായിട്ടും വിഗ്രഹാരാധന തന്നെയായ ഇതാണ്. ഈ അരൂപി ലൂക്ക 11-ാം അധ്യായത്തിൽ ബെൽസബേലിനെ കുറിച്ച് പറയുന്നു. ബെൽസബേൽ 1-ാം പ്രമാണത്തിന് എതിരായിട്ട് വിഗ്രഹാരാധനക്ക് തുല്യമായ ഒരു തിന്മയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള മേഖല. അതുപോലെ ലഭ്യാദനെ കുറിച്ച് പറയും. ലഭ്യാദൻ ചതപ്പ് നിലങ്ങളിൽ, അതുപോലെ താമരയുടെ അടിയിൽ, അങ്ങനെ പല സ്ഥലത്താണ്. അതായത് നമ്മൾ താമര പറിക്കാനായിട്ട് പോകും, ലാസ്റ്റ് അവസാനം നമ്മളെ വലിച്ചിട്ട് പോകും. അതുപോലെ ഒറ്റയ്ക്ക് കടലിലിറങ്ങുകയോ ഒറ്റയ്ക്ക് ഏതെങ്കിലും വിജനമായ കാടുകളിൽ പോവുകയോ ചെയ്ത് ലഭ്യാദൻ എന്ന ഈ ദുരാത്മാവ് ആ ആളെയും കൊണ്ട് പോകും, ഉറപ്പായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അസ്മോദോസ് എന്ന് പറയുമ്പോൾ തോബിത്തിന്റെ പുസ്തകത്തിൽ സാറയുടെ 6 വിവാഹങ്ങൾ തടസ്സപ്പെടുത്തിയും വ്യഭിചാരത്തിന്റെയും കൊലപാതകത്തിന്റെയും ഒരു ദുരാത്മാവാണ് ഈ അസ്മോദോസ്. അത് നമ്മൾ വായിക്ക് പറയാൻ സാധിക്കും. അസ്മോദോസ് എന്ന ദുരാത്മാവ് അത് റാഫേൽ മാലാഖയാണ്. ആ തിന്മയുടെ ശക്തിയെ ഈജിപ്തിന്റെ അതിർത്തിയിൽ വെച്ച് തന്നെ ബന്ധിക്കുന്നു. പിന്നെ ജിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്പിരിറ്റാണ് ഈ ബിസിനസ് മേഖല, പണം ഏതെല്ലാം മേഖലയിൽ നമുക്ക് ഉണ്ടാക്കാം, അങ്ങനത്തെ ഒരു സ്പിരിറ്റ്. അതുപോലെ തന്നെ വേളം എന്ന് പറഞ്ഞാൽ ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം പ്രമാണത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് വേളം. അതുപോലെ ലഗിയോ എന്ന് പറയുമ്പോൾ മാർക്കോസ് 5:9 പ്രവർത്തിക്കുന്ന, അതായത് ഈ ലഗിയോന്റെ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഈ അരുവി വസ്ത്രം ധരിക്കാറില്ല, ചങ്ങല ഒക്കെ പൂട്ടിയിട്ടാൽ പോലും ആ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കും. ഇതിനകത്ത് 2000 പിശാചുകൾ ഉണ്ടായതായിട്ടാണ് വചനം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ പിശാച് ബാധിതൻ പിന്നെ യേശു പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവിടെ 2000 പിശാചുകൾ മേച്ച ഒരു പന്നിന് മേച്ച ഒരു മനുഷ്യനുണ്ട്. ഈ പന്നി മേച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ എല്ലാ പന്നികൾ കംപ്ലീറ്റ് കടലിൽ പോയി മുങ്ങിച്ച 2000 പിശാചുക്കളെയാണ് ഈ വ്യക്തിയിൽ നിന്ന് പുറത്താക്കിയത്. അതുപോലെ ത്രിമൂർത്തി ആരാധന പല സ്ഥലങ്ങളിൽ ചില മരങ്ങളിൽ 3 മരം, ആലും പേരാലും, അങ്ങനെ ഈ മരങ്ങളിൽ പിന്നെ പൂജ ചെയ്യുന്ന മനുഷ്യരുണ്ട്, കല്ലുകളെ പൂജ ചെയ്യുന്ന. ശരിക്കും പ്രമാണങ്ങൾ ലംഘനം പല സ്ഥലത്തും ഇത് കാണുന്നുണ്ട്. അതുപോലെ പുരാതന സർപ്പത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 33:15 ആദത്തെയും അവയെ പരീക്ഷിച്ചും ദൈവത്തിന് അകറ്റുന്ന ഒരു തിന്മയുടെ ശക്തി പുരാതന സർപ്പം, ആ ഒരു പൈശാചിക അങ്ങനെ ഒരു മേഖലയുണ്ട്. അതുപോലെ തന്നെ മൃഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തിൽ 13:18 11:13 പറയുന്നുണ്ട്, 13:18 പറയുന്നുണ്ട്. അത് മൃഗത്തിന്റെ സംഖ്യ 660, ശരിക്കും 600, അവന്റെ സംഖ്യ തന്നെ 666. ആ ഒരു സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ അഹങ്കാര, പിടിവാശി, ഞാമ്പാവം, വിട്ടുകൊടുക്കില്ല. തിന്മയുടെ ശക്തി എപ്പോഴും അധികാര കസേരകൾ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും. അധികാരം നോക്കി നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ കാണുന്ന ഒരു കാര്യം, അധികാരത്തിന് വേണ്ടി ആ ഒരു സ്പിരിറ്റ്. അതുപോലെ തന്നെ കാപ്പിരി, പണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഈ കാപ്പിരി. ഈ തിന്മയുടെ ശക്തികൾ. മറ്റൊരു കാര്യം, ചാത്തന്റെ അടുത്ത് ഒത്തിരി ആളുകൾ, ക്രിസ്ത്യാനികൾ പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും 1-ാം പ്രമാണത്തിനെതിരായിട്ടും 6-ാം പ്രമാണം പലവിധ തിന്മകളുടെ ശക്തികൾ പ്രവർത്തിക്കുന്ന ഒരു അരുവിയാണ് ഈ ചാത്തൻ. അതിൽ പ്രിമേസൺ എന്ന് പറയുമ്പോൾ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കാം, അബദ്ധ സിദ്ധാന്തങ്ങൾ സംസാരിക്കാം. ഇത് ശരിയല്ല, ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തെറ്റായ ബോധ്യങ്ങൾ കൊടുത്ത് മനുഷ്യരെ തെറ്റിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ഇതാണ് പ്രിമേസൺ. അതുപോലെ മന്ത്രവാദമുണ്ട്. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്ന ഒരു മകനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനി അതങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, ചെയ്യിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. പിന്നെ കൂടുപത്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആടിന്റെ
പോത്തിന്റെ തലയിലോ അല്ലെങ്കിൽ പന്നിയുടെ തലയിലോ ഒക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ആള് മരിച്ചു പോകും. അങ്ങനെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ നേരത്തെ ഒരുപാട് ഉണ്ടായത്, പലപ്പോഴും അങ്ങനെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അതുപോലെ ബ്ലാക്ക് മാസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പിന്നെ വിശുദ്ധ കുർബാനയും ദൈവത്തിന്റെ ആരാധനകളെയും തിരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തിന്മയുടെ ശക്തി, വിശ്വാസ പ്രമാണം തിരിച്ചു ചെല്ലുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ബ്ലാക്ക് മാസ്. അതായത് മറ്റ് പെൺകുട്ടികളെ നഗ്നമായി കിടത്തിയിട്ട് അവരെ അവയവങ്ങളിൽ സ്പർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദുരാത്മാവാണ് ഈ ബ്ലാക്ക് മാസിന്റെ ദുരാത്മാവ്. അങ്ങനെ പല പല കൃത്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം സർപ്പപൂജ, അത് മിക്കവാറും തന്നെ തമിഴന്മാരാണ് അത് കൂടുതൽ ചെയ്തു. അത് അവിടെ ആ സ്ഥലം നമ്മൾ പോയി മേടിച്ച് നമുക്കവിടെ വീട് വെക്കുവാനും നമുക്ക് ചൊറിച്ചിലും കടിയും കാലയിലൊക്കെ പൊട്ടൊക്കെ വീഴും ആ സ്ഥലം മേടിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കി. അപ്പൊ അങ്ങനത്തെ ഒരു സ്പിരിറ്റ്. അതിലെ സ്ലൈൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ കൊലപാതകം, ആത്മഹത്യ, ഈ ഡ്രാക്കോൾഡ്, അങ്ങനത്തെ ഒരു സ്പിരിറ്റാണ് സ്ലൈൻ. അത് പുറത്തുനിന്ന് വന്ന സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് പലരും ഇത് പ്രവർത്തിക്കുന്നത് കൊലപാതകത്തിന്റെ സ്പിരിറ്റാണ് സ്ലൈൻ സ്പിരിറ്റ്. പിന്നെ സ്വയംഭോഗത്തിന്റെ ദുരാത്മക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ സ്വർഗഭോഗത്തിന് ദുരാത്മാവുണ്ട്, വ്യഭിചാരത്തിന് ദുരാത്മാവുണ്ട്. അതുപോലെ തന്നെയാണ് അശുദ്ധാത്മ സൈന്യങ്ങളുണ്ട്, അനുസരണയ്ക്കുന്ന ദുരാത്മാവുണ്ട്. അതുപോലെ ദ്രവ്യാസക്തി ദുരാത്മാവുണ്ട്, മദ്യപാനത്തിന് ദുരാത്മാവുണ്ട്, ബ്ലൂ ഫിലിമിന്റെ ദുരാത്മാവുണ്ട്, കള്ളന്റെ ദുരാത്മാ, അങ്ങനെ യോഹന്നാൻ 10. അപ്പൊ ഇങ്ങനെയുള്ള ദുരാത്മാക്കള് പലപ്പോഴും പലരെയും കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ അന്തരീക്ഷ ശക്തി 2 അന്തരീക്ഷ ശക്തിയിലുണ്ട്. യോഹന്നാൻ 10 കള്ളൻ ദുരാത്മാവ്, മാർക്കോസ് അശുദ്ധാത്മാക്കളുണ്ട്, മാർക്കോ ലഗ്യോനറിവൻ, മാർക്കോസ് മൂഖനും ബദിർമാതുരാൻ, എഫേസ് അൻസനക്, അങ്ങനെ പലതരത്തിലെ പൈശാച ശക്തികൾ ഭൂമിയിലുണ്ട്. അപ്പൊ ഈ പലവരും അറിയാതെയാണ് ഇതിനെയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്, അത് ക്രിസ്ത്യാനാണ്. ആ മനുഷ്യന്റെ അരയിൽ 2 ഏലസ്. അപ്പൊ എന്താണ് ഇത് ധരിച്ചേക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ രക്ഷ കിട്ടാൻ വേണ്ടി, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംഭവിക്കാതിരിക്കാനും ബിസിനസ്സിൽ തകർച്ച ഉണ്ടാകും, അങ്ങനെ പല കാര്യത്തിന് വേണ്ടി ഒരെണ്ണം 2 ഇത് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കത്തില്ല, ചിത്തഭ്രമം ഉണ്ടാകും, അതായത് മാനസിക അസ്വസ്ഥ, പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യത, ഏത് സമയത്തും രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുള്ളൂ. ഇത് 1-ാം പ്രമാണത്തിനും 6-ാം പ്രമാണത്തിനും പ്രകൃതി വിരുദ്ധമായ ഒരു സംഭവം. ഇത് ക്രിസ്ത്യാനിക്ക് ധരിക്കാനായിട്ട് പാടില്ല. അപ്പൊ നമുക്ക് ഈ മേഖലയിൽ അറിവില്ലാതെ കുറെ ആൾക്കാർ ഇതുപോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മേഖലയിൽ നിന്ന് ഒരു വിടുതലും മോചനവും സൗഖ്യവും അവർക്ക് ലഭിക്കപ്പെടാൻ വേണ്ടി നമുക്ക് തമ്പുരാന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് ഇതിന് ഒഴിവാക്കാനുള്ള മാലാഖമാരുണ്ട്. വിശ്രമിക്കാൻ മാലാഖയുണ്ട്, റാഫേൽ മാലാഖയുണ്ട്, ഗബ്രിയേൽ മാലാഖയുണ്ട്, കെരൂബുകളുണ്ട്, ബലവത്തുക്കളുണ്ട്, ശക്തിയന്മാരുണ്ട്, സാപ്യന്മാരുണ്ട്, 24 സേട്ടന്മാരുണ്ട്, 12 മാലാഖ വ്യൂഹങ്ങളുണ്ട്. ഈ മാലാഖയുടെ മധ്യ പ്രാർത്ഥിക്കാം. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരമുള്ള നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ അന്ധകാര ശക്തികളൊക്കെ നമ്മളിൽ നിന്നും ഭവനത്തിൽ സാഹചര്യങ്ങളും വസ്തുക്കളിൽ നിന്നും, മക്കളുടെ വിവാഹ തടസ്സം, ജോലി തടസ്സത്തിൽ നിന്നും, സാമ്പത്തിക തടസ്സത്തിൽ നിന്നും, ഇന്റർവ്യൂ തടസ്സങ്ങളിൽ നിന്നും എല്ലാ തടസ്സങ്ങളും വിട്ടുവാണ്. പ്രത്യേകിച്ച് നമുക്കൊരു ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുമ്പോഴത്തേക്ക് പിതാവിന്റെയും തന്റെ പരിശുദ്ധന്റെ നാമത്തിൽ നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അതിന് ആ ഡെലിവറൻസ് ചെയ്യുന്ന മാലാഖ ഗണങ്ങളുണ്ട്. വിശ്രമിക്കാൽ മാലാഖയുണ്ട്, റാഫേൽ മാലാഖയുണ്ട്, ഗബ്രിയേൽ മാലാഖയുണ്ട്, കെരൂബുകളുണ്ട്, ബലവത്തുക്കളുണ്ട്, ശക്തന്മാരുണ്ട്, ശ്രാപ്യന്മാരുണ്ട്, 24-12 മാലാഖയെ പറ്റിയ സംരക്ഷണം നമുക്ക് നമ്മുടെ ഭവനത്തിന്, മുറികൾക്ക്, വസ്തുക്കൾക്ക്, നമ്മുടെ മക്കളുടെ ജോലിക്ക്, സമ്പത്തിന്റെ മേഖലയിൽ വിവാഹത്തിന്റെ തടസ്സം മാറാൻ വേണ്ടി, അതുപോലെ തന്നെയാണ് ബിസിനസ് തടസ്സങ്ങൾ, പ്രോപ്പർട്ടി സംബന്ധമായ തടസ്സങ്ങൾ, വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത, കുഞ്ഞുങ്ങളില്ലാത്ത മേഖലയിൽ തടസ്സങ്ങൾ, ILTC, OET, അങ്ങനെയുള്ള MBA, അങ്ങനെ പല മേഖലയിൽ പഠനം അതുപോലെ ബിടെക്, ഈ മേഖലയിൽ തടസ്സപ്പെടുന്ന എല്ലാ മേഖലയിൽ തടസ്സങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തടസ്സപ്പെടുന്നുണ്ട്. എല്ലാ അന്ധകാര ശക്തി ആ മക്കളിൽ നിന്ന് ഭവനിൽ നിന്ന് വിട്ടുപോകാനായിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാലും മതി ഈ മേഖലയിൽ ഒരു ഡെലിവറൻസ് കിട്ടുവാനായിട്ട്. നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാരശക്തിയും വെളിപാട് 21 വിശ്വമിക്കാരുടെ ചങ്ങലമതികളിൽ 2 ദിവസം അന്തരീക്ഷം യേശുനാമം എത്തിച്ചിട്ടുണ്ട്. മാർക്കോസ് അശുദ്ധാത്മ സൈന്യങ്ങളെ, മാർക്കോ ലഗ്യോൻ, മാർക്കോസ് മൂഖനും ബദിർമാതുരാൻ, മത്തായി 8:16, മത്തായി 16, മത്തായി 18 സ്വർഗത്തിൽ അധ്യായേശുവിന്റെ നാമത്തിൽ എല്ലാം പ്രാർത്ഥിക്കുന്നു. യേശു 40 മെതിച്ച് മതിയുണ്ട്, യേശു 45 പ്രാർത്ഥിക്കും. റോമ 16 വർഷത്തെ കാൽപാതി അപ്പോസ്തലർ 16 കപടരി മന്ത്രവാദം 25 സ്പിരിറ്റ്, സ്ലൈൻ സ്പിരിറ്റ്, പ്രിമേഷൻ, ചാത്തനയിലെ ദുരാത്മ സനീഷോടെ നാമത്തിൽ ശാസ്ത്രം ബന്ധിച്ച് കർത്താന്റെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വെളിപാട് 11:7 12 13 സർപ്പത്തെ വെളിപാട് 13 18 ശക്തിയാലും മൃഗത്തിന്റെ സംഖ്യ 2 മക്കൾ 8 ഈ മക്കൾക്കെതിരെ ഞങ്ങൾക്കെതിരെ എല്ലാ ശത്രുക്കളെയും ലോകം മുഴുവൻ അങ്കുല ചലങ്ങൾ തറവറ്റിയാണ്. 4 വ്യഭിചാരം 2 10 ദിവസം 14 എല്ലാ ദുരാത്മാൻ മത്തായും ജീവിതത്തിൽ ദുരാത്മ 33 34 കായൽ 14 ജനിപ്രാന്ത് ഓബിയത്ത് 6-8-3 അസ്മുദോസ് ദുരാത്മാൻ പ്രാർത്ഥിക്കുന്നു. 1 3 സഹോദരൻ വെറുക്കുന്ന ദുരാത്മാനെ വെച്ച് പ്രാർത്ഥിക്കുന്നു. 1 Corinthians 5-9
വ്യഭിചാരത്തിന്റെ എല്ലാ കഥാപത്ത് 5:9 പൗലോസ് പറയുന്ന വചനത്തിന്റെ ശക്തികളാ സഹോദരൻ വിളിക്കുക അസന്മാർഗി വ്യഭിചാരി വിഗ്രഹാര പരദൂഷകന മദ്യപാന കള്ളര് അങ്ങനെ ആരെങ്കിലും അവനത് സംസാരിക്കുക ഈ അന്ധകാര ശക്തിയെല്ലാം കർത്താവിനെ കുറിച്ച് കല വിട്ടു ദൈവമക്കൾ വിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയും മാർക്കോസും അശുദ്ധാത്മാക്കൾ ലഗ്യം മാർക്കോസും മൂക്കനും പതിരുമാതിരും 8:10 കർത്താവായ യുദാസ് ദുരാത്മാവിന് യാക്കോബ് ചഞ്ചലപ്രദമായ ഒരു സക്രിയൊന്നും മലക്കെ കത്തിച്ചാമത്തേൻപെട്ട സോദരൻ മുഴുവൻ യേശുനാമത്തിൽ വിട്ടുവാഴ്ച കൽപ്പിച്ചു എല്ലാ അന്ധകാര ശക്തി മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും സാമ്പത്തികമായി തടസ്സം ദുരാത്മ സ്ഥലങ്ങളെ യേശുനാമത്തിൽ വിലക്കി വ്യക്തി കർത്താവിന്റെ കുറിച്ച് കൂട്ടി യേശുനാഥ് കൽപ്പിച്ചു പ്രാർത്ഥി കൽപ്പത്ര ശമ്പർ പ്രകാരം പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവമേ, കരുണ്യവാനായ ദൈവമേ, കരുണ നിറഞ്ഞവനെ, കരുണ നിറഞ്ഞവനെ, യേശുവേ, യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, പൈശാചിക ശക്തികള്, സ്വാധീനങ്ങള് ഈശോയെ എന്നിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും യേശുനാമത്തിൽ വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. ജോലി തടസ്സങ്ങള്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള്, ഇന്റർവ്യൂ തടസ്സങ്ങള്, പഠന തടസ്സങ്ങള് യേശുനാമത്തിൽ വിട്ടുപോകുവാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ എനിക്കും എന്റെ ഭവനത്തിനും എന്റെ മാതാപിതാക്കൾക്കും എന്റെ സഹോദരങ്ങൾക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും ഈശോയെ കൃപാവരമെന്ന പുണ്യം നൽകി അനുഗ്രഹിക്കണമേ. തിന്മയുടേതായ ശക്തികളോ സ്വാധീനങ്ങളോ ഞങ്ങളെ അലട്ടുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും കൃപയും എന്റെ മേലും മക്കളുടെ മേലും എല്ലാ ആവശ്യങ്ങളുടെ മേലും ചൊരിഞ്ഞിറങ്ങണമേ. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ആരാധന ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം, ഹല്ലേലൂയ, ഗ്ലോറി, 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 ശരി കാവലാകണേ, കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ. കാവലാകണേ, കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ. പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണേ. പരിശുദ്ധ കാവൽ മാലാഖമാരേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണേ. കാവലാകണേ, കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വമേ, സ്തുതി. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Amen.